ഇന്ന് നമുക്ക് നല്ല മത്തി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ നന്നായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ നല്ല പരു വെച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റെ പരുവാണ്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വേറെ ഒന്നും വേണ്ട. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, 2 അല്ലി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കുരുമുളക് പൊടി. ഇത് ഇത്രയും മതി കേട്ടോ. നമുക്ക് വേണമെന്നുള്ളൊരു മുളക് പൊടിയൊക്കെ ചേർക്കാം. മുളക് പൊടി ചേർക്കുന്നില്ല. ഇത് ഇങ്ങനെ കഴിക്കാനാണ് നല്ല ടേസ്റ്റാണ്. നമുക്ക് ഈ പരുവെല്ലാം വറുത്ത് പോരാ. അതുപോലെ തന്നെ മത്തി അപ്പോൾ നമുക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നല്ല വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പില ഇട്ട് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെറിയ ചട്ടിയാണ് വെച്ചേക്കുന്നത്. എണ്ണ ഒഴിക്കാം. നമ്മൾ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് ഇരുമ്പിലെ ചട്ടിയാണ്. അപ്പോൾ ഇരുമ്പിലെ ചട്ടിയിൽ നമ്മൾ മീൻ പൊരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. പാനിലൊക്കെ ചെയ്യുന്നേക്കാളുമൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. ഇത് നമ്മുടെ മീനിൻ്റെ പരുവും കൂടെ അതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ബാക്കി മീൻ കറി വയ്ക്കാനായിട്ട് മത്തി പുളി വയ്ക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രഷായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ട സാധനങ്ങളാണ് ചെറിയ ചുവന്നുള്ളി, അത് കുറച്ച് ആവശ്യത്തിന് കട്ട് ചെയ്ത് മാറ്റി. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട്, ഇനി കുറച്ച് ഇഞ്ചിയും തക്കാളി. ഇവിടെ ഫ്രൈ ചെയ്ത മത്തിയിലൂടെ കഴിക്കാനായിട്ട് നല്ല കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ നന്നായിട്ട് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അത് പുറകു വശം വേകാനായിട്ട് മറിച്ചിട്ടിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡും കൂടെ വെന്തതിന് ശേഷം നമുക്ക് മാറ്റാം. നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഗ്യാസ് ഓഫാക്കി മാറ്റി. അധികം മസാലയൊന്നും ഇട്ടിട്ടില്ല. കുരുമുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇഷ്ടപ്പെടും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.